യു.എസിൽ അതിശക്തമായ മഞ്ഞുവീഴ്ച. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലാണ് മഞ്ഞുവീഴ്ച ഏറ്റവും രൂക്ഷം. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ മഞ്ഞുവീഴ്ച മൂലം വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പുറത്തിറങ്ങരുതെന്ന് അധികൃതർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാറ്റും മഞ്ഞുവീഴ്ചയും ഗതാഗത സംവിധാനങ്ങളെ താറുമാറാക്കി. പൊതുഗതാഗത സംവിധാനങ്ങളും പലയിടത്തും നിർത്തിവെച്ചു. വിദ്യാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. 10 വർഷത്തിനിടെ യു.എസിലുണ്ടായ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. പലയിടങ്ങളിലും 60 സെൻറ്റിമീറ്ററിലധികം മഞ്ഞ് അടിഞ്ഞുകൂടി. റോഡ് ഐലൻഡിലെ വാർവിക് എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയത്. മഞ്ഞുവീഴ്ച തുടരുന്ന പശ്ചാത്തലത്തിൽ വടക്ക് കിഴക്കൻ മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനം മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യു.എസിലുടനീളം 5000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ന്യൂജേഴ്സി വിമാനത്താവളങ്ങളെയാണ് മഞ്ഞുവീഴ്ച ഏറ്റവും ഗുരുതരമായി ബാധിച്ചത്. ശക്തമായ കാറ്റും കനത്ത മഞ്ഞും കാരണം മരങ്ങൾ കടപുഴകി വീണു. ഇതോടെ ഏകദേശം 4.5 ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഇരുട്ടിലായി. 24 മണിക്കൂറിനുള്ളിൽ വായുമർദ്ദം കുത്തനെ ഇടിയുന്ന ബോംബ് സൈക്ലോൺ പ്രതിഭാസമാണ് കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ യോഗം മാറ്റിവെച്ചു.